വ്യൂവേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോ നമ്മുടെ ജനുവരി മാസത്തില് ആദ്യം വരാനായിട്ട് പോകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു ഡിസംബർ വരെയുള്ള എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഇനി ഒരു പുതിയ വർഷത്തിൽ പുതുതായി പഠിച്ച് പുതിയ എക്സാമുകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമുക്കിനി ജനുവരി മാസത്തിലെ കലണ്ടർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ജനുവരിയിൽ ഇനി വരാനിരിക്കുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാം ആണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാം ആണ് നിലവിൽ ജനുവരിയിൽ വരാനിരിക്കുന്നത്. നമുക്ക് ആ ഒരു എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. എക്സാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കും. അതിന്റെ സിലബസ് എങ്ങനെയാണ്, എത്ര വേക്കൻസീസ് ഉണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 362/2025 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡില് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ് നമ്മുടെ പോസ്റ്റ് വരുന്നത്. സോ സ്കെയിൽ ഓഫ് പേ ഈ ഒരു റേഞ്ചിലാണ് വരിക. നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ തന്നിട്ടുള്ളത് 2 ആണ്. പക്ഷെ ഇതിനു മുമ്പും എക്സാം നടന്ന സമയത്ത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കുറവായിരുന്നെങ്കിലും 10ൽ കൂടുതൽ പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. 10ൽ കൂടുതൽ പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേക്കൻസീസ് 2 ഉള്ളൂ എന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കേണ്ട. കാരണം പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു എക്സാം ആണ്. 3rd ഗ്രേഡ് ലെവലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കോർ ചെയ്ത് സർവീസിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എക്സാം എന്നാണ്? 12/1/2026 ജനുവരി 12-ാം തീയതിയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാം വരുന്നത്. സോ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പൊ എല്ലാവരും ഇത് ഒക്ടോബറിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇവർ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് KGCA സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ. പക്ഷെ ഇതേ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഇക്വാലന്റ് ഓർ ഹയർ ഓപ്ഷൻസ് കൊടുക്കാം. ഇത് PSCയുടെ തന്നെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഇക്വാലന്റ് ഓർ ഹയർ ഓപ്ഷൻസ് ആണ്. KGCA സിവിൽ എഞ്ചിനീയറിംഗിന് ഹയർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഡിപ്ലോമ ഇൻ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കാവുന്നതാണ്. BTech സിവിൽ, BE സിവിൽ, MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് KGCAക്ക് ഹയർ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. NTC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണെങ്കിൽ നമുക്ക് ITI ITC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, ITI ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പോളിടെക്നിക്കൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്. ഈ രീതിയിലാണ് നമ്മൾ ഹയർ ഓപ്ഷൻ, ഹയർ ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് നമുക്ക് എക്സാമിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഒരുവിധപ്പെട്ട എക്സാമുകൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഹയർ ഓപ്ഷൻസ് കൊടുക്കാറുള്ളത് കേട്ടോ, കൊടുക്കാറുള്ളത്. സോ നമ്മള് ഇനി ഇതിന് തൊട്ട് മുൻപ് നടന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 204/2019 ആയിരുന്നു കാറ്റഗറി നമ്പർ വരുന്നത്. സോ അന്ന് എക്സാം നടന്നിട്ടുള്ളത് 4/8/2021 OMR എക്സാം നടന്നത്. 6/4/22 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വർഷം എടുത്തിട്ടില്ല റാങ്ക് ലിസ്റ്റ് വരാനായിട്ട്. അന്ന് കട്ട് ഓഫ് നല്ല ഹൈ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 89.33 ആണ് അന്നത്തെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിലായിരുന്നു അന്നത്തെ ഒരു എക്സാമിന്റെ രീതിയിൽ ഉണ്ടായിരുന്നത്. സോ അതിന്റെ നമ്മൾ ഡീറ്റെയിൽസ്, പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഡിസംബർ ലാസ്റ്റ് ഇയർ കേട്ടോ, കഴിഞ്ഞ വർഷം ഡിസംബർ 12-നായിരുന്നു പോയിരുന്നത്. അങ്ങനെ 14 അഡ്വൈസസ് ആണ് പോയിട്ടുള്ളത്. 14 ഇപ്പൊ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തത് കുറവാണെങ്കിലും അഡ്വൈസസ് 14 പോയിട്ടുണ്ട് കേട്ടോ. 14 അഡ്വൈസസ് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിൽ 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ചിലപ്പോൾ കൂടുതൽ അഡ്വൈസസ് വരാനുള്ള സാധ്യത വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മുന്നേ നടന്ന ഈ ഒരു എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ പറയാനുള്ളത്. പിന്നെ 2021 ഈ ഒരു എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് തരാറില്ല. സബ്ജക്റ്റുകളൊക്കെ ഏകദേശം ഇങ്ങനെയാണെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സമയമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ PSC സിലബസ് തരുന്നതിന്റെ ഒപ്പം തന്നെ ഓരോ സബ്ജക്റ്റിനും എത്ര വെയിറ്റേജ് ഉണ്ട് എന്നത് കൂടി നമ്മുടെ സിലബസിൽ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏകദേശം അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ എക്സാമിന്
ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വെയിറ്റേജ് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ അത് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നോക്കി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്ട്സുകൾ നമുക്കറിയാം. ഓവർസിയർ ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വേണം, then building construction, building materials and construction, building drawing and estimate, irrigation, surveying, AutoCAD, then units of measurements and applied mechanics, transportation engineering, public health and sanitation, building drawing. സോ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എസ്റ്റിമേഷന്റെ കാര്യം. സോ ഇതില് ചെറിയ മാർക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കാൻ വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്, 8 മാർക്ക് ഉണ്ട്. ഏറ്റവും ചെറിയ സബ്ജക്റ്റ് ആണ് ഓട്ടോകാഡ്, അതിനും 8 മാർക്ക് ഉണ്ട്. 2 സബ്ജക്റ്റുകൾക്ക് 8 മാർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെറിയ മാർക്കുള്ള സബ്ജക്ട് നോക്കുമ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന് 6 മാർക്കാണ്. അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനും അപ്ലൈഡ് മെക്കാനിക്സിനും 6 മാർക്കാണ്. ദെൻ 8 മാർക്കുകളുടെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരാള് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതുപോലെ തന്നെ ഓട്ടോകാഡ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ഈ 3 സബ്ജക്റ്റുകൾക്ക് 8 മാർക്ക് വെച്ചിട്ടാണ് സിലബസിൽ വരുന്നത്. അതുപോലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, അപ്ലൈഡ് മെക്കാനിക്സ്, ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് വെയിറ്റേജ് വരുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ മാർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാ, 20 മാർക്ക്. അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കുറച്ച് RCC സ്റ്റീലിന്റെ പോർഷനും കൂടെ ഇൻക്ലൂഡഡ് ആണ് സിലബസിൽ. സോ 20 മാർക്കാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വരുന്നത്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പോർഷന് 12 മാർക്ക് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽസിന് 12, അതുപോലെ ബിൽഡിംഗ് ബൈലോസ് ആൻഡ് എസ്റ്റിമേഷന് 12 മാർക്ക്. ദെൻ സർവേയിങ്ങിന് 14 മാർക്ക്. ഈ രീതിയിലാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം ചിലരൊക്കെ ഒരുപാട് നാളായിട്ട് ഓവർസിയർ ലെവൽ എക്സാംസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ചിലപ്പോൾ റിവിഷന്റെ ആവശ്യം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ റിവിഷൻ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്, ആദ്യം ദെൻ എസ്റ്റിമേഷൻ, ഈ 4 സബ്ജക്റ്റുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് റിവൈസ് ചെയ്യുക. അവരെ റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ആരിലേക്ക് വരിക, പിന്നെ ഓട്ടോകാഡ് നോക്കുക. ഓട്ടോകാഡ് 8 മാർക്ക് ഉണ്ട്, കുറച്ചേ പഠിക്കാനുള്ളൂ. ദെൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലേക്ക് വരിക. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് റിവൈസ് ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റിലോട്ട് വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളെ അവസാനത്തിലോട്ട് വെക്കുക. ഓക്കെ, ഇനി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു സബ്ജക്ട് കോമ്പിനേഷൻ ഫിക്സ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അതായത് ഇപ്പം ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരു സബ്ജക്ട് ഫുള്ള് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളിപ്പോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേഷൻ എടുക്കാം. അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ സബ്ജക്ട് ഏതെങ്കിലും ഇറിഗേഷൻ എഞ്ചിനീയറിംഗോ അങ്ങനെ ഏതെങ്കിലോ സബ്ജക്റ്റോ കമ്പൈൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾ 2 സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് മാർക്ക് നോക്കി കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ആയിട്ട് 2 സബ്ജക്റ്റുകൾ പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ 1 മാസമാണ് സമയം നമ്മുടെ മുന്നിലുള്ളത്. അപ്പം എന്താണ്, ഒരു വിധമൊക്കെ റിവിഷൻ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്സ് ഉണ്ടാവും നമുക്ക് അവൈലബിൾ ആയിട്ട്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്സ് നോക്കിയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഓവർസിയർ ലെവലിൽ ചോദിക്കുന്ന ഈ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യനുകളെല്ലാം ഒന്ന് നോക്കി പോവാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി പോവാം. അപ്പൊ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കാം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒപ്പം ചെയ്യാം. കാരണം ഈ 1 മാസം എന്നുള്ള ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് ഫുൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഫുള്ള് പഠിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സിൽ തന്നെ ചാപ്റ്റേഴ്സിനെ പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കി പോവാം. ഇനി നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. സോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 8 മാർക്കാന്ന് പറഞ്ഞു. നോർമലി നമ്മൾ കാണുന്ന നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ലൈൻ, ലെറ്ററിംഗ്,
ഡയമെൻഷൻസ്, സ്കെയില് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിൽ നിന്ന് എപ്പോഴും നമുക്ക് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ലൈനിന്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഈ 2 ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടിമ്പറിനെ പ്രത്യേകം പരിഗണിക്കുക, സിമെന്റിന് പ്രത്യേകം പരിഗണിക്കുക, ബ്രിക്ക്, സ്റ്റോണ്, ലൈം, ഇത്രയും പേരെ ആദ്യത്തെ ഒരു സെറ്റിൽ പരിഗണിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവരിലേക്ക് പോയാൽ മതിയാവും. ഓക്കെ. ദെൻ പിന്നെ അതുപോലെ അഡ്മിക്സ്ചേഴ്സ്, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്. ആ അഡ്മിക്സ്ചറുകളുടെ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ദെൻ പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇതിൽ പെയിന്റ് ആണ്. പെയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പെയിന്റിൽ ഇപ്പം എപ്പോഴും എന്താ പറയാ, ടൈപ്സ് ഓഫ് പെയിന്റ് അല്ലെങ്കിൽ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ്, ഈ 2 ഭാഗത്തു നിന്നാണ് ചോദ്യം വരാറുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം നോക്കിയിട്ട് പഠിക്കണം. ഇനിയിപ്പോ ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ട് സ്റ്റോൺ മേസൺറി ഉണ്ട്, ബ്രിക്ക് മേസൺറി, ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയില്, സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ്, ഡാം പ്രൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ്, ടെർമൈറ്റ് പ്രൂഫിംഗ്, ആർച്ച്, ലിൻഡല്, സ്റ്റെയർ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ഫൗണ്ടേഷൻ, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രിക്ക് മേസൺറിയിൽ നിന്ന് നമ്മുടെ ഒരു ടെക്നിക്കൽ ടേംസിൽ നിന്ന് ഒരു ചോദ്യം കാണാറുണ്ട്. ആർച്ച്, ലിൻഡല് സ്ഥിരമായിട്ട് ചോദ്യം കാണുന്ന ഒരു ചാപ്റ്റർ ആണ്. ദെൻ സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ്, ഇത്രയും ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം. പിന്നെ RCCയുടെ ഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഫോം വർക്കുകളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഫോം വർക്ക് റിമൂവലിന്റെ ടൈം എങ്ങനെയാണെന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. അപ്പൊ ഫോം വർക്കിന്റെ ഭാഗത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കോൺക്രീറ്റിന്റെ സെക്ഷൻ ആയിട്ട് വരുമ്പം ഈ സ്ലംബ് ടെസ്റ്റിന്റെ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ആ വാല്യൂസിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എസ്റ്റിമേഷനിലേക്ക് വരികയാണ്. എസ്റ്റിമേഷനിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് തന്നെ ഡാറ്റ റിക്വയർഡ് ഫോർ ആൻ എസ്റ്റിമേറ്റ്, അതുപോലെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിന്റെ ഭാഗം, പിന്നെ എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന കുറച്ച് ടേംസ് ഇല്ലേ നമ്മൾ പഠിക്കുന്ന, എന്താണ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള നമ്മുടെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് പോലെയുള്ള കുറച്ച് ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എസ്റ്റിമേഷനിൽ യൂസ് ചെയ്യുന്ന ടേംസ് പഠിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഏരിയ ടേംസ്, കാർപ്പറ്റ് ഏരിയ, പ്ലിന്ത് ഏരിയ, അങ്ങനെയുള്ള ഏരിയ ടേംസ് ഉണ്ടല്ലോ, ഏരിയ ടേംസ് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ വാല്യുവേഷന്റെ ഭാഗത്തോട്ട് വന്നിട്ട് വാല്യുവേഷന്റെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ടേമുകൾ, ഈസ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മോർട്ട്ഗേജ്, അങ്ങനത്തെ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനില്ലേ, സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ദെൻ ആ സംഭവങ്ങളൊക്കെ ആ ഒരു വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസും കൂടെ നോക്കാം. സ്ഥിരമായിട്ട് വരുന്ന ഭാഗമാണ്. സോ പിന്നെ ബിൽഡിംഗ് ബൈലോസ്, നമ്മൾ ജനറലി പറയുന്ന ബിൽഡിംഗ് പ്ലാനിന്റെ റേഷ്യോ, സൈറ്റ് പ്ലാനിന്റെ ഒക്കെ സ്കെയില് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ അവിടെ പഠിക്കാറുണ്ട്. അമാൽഗമേഷൻ എന്താണ്, ദെൻ എന്താണ് ഡെപ്ത് ഓഫ് പ്ലോട്ട് എന്താണ്, സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്താണ്, അങ്ങനെ കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ആ ബേസിക് ഡെഫിനേഷനുകൾക്ക് ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. ദെൻ പിന്നെ നമുക്ക് അടുത്തൊരു മൊഡ്യൂളായിട്ട് വരുന്നത് നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുമ്പം നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതിൽ വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്പ്, അതാണ് അധികവും നമ്മുടെ ഖാരിഫ് ക്രോപ്സിനെ കുറിച്ചും റാബി ക്രോപ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കുന്ന ടേംസ് ഇല്ലേ, പാലിയോ ഇറിഗേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് കോർ വാട്ടറിങ്, അതുപോലെ ഡ്യൂട്ടി, ഡെൽറ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ കാണാറുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം പഠിക്കുക. പിന്നെ ഡാമിന്റെയും വിയറിന്റെയും ഭാഗത്തിലോട്ട് പോവാം. ഡാമിന്റെ ടൈപ്സ് ഓഫ് ഡാമിന്റെ ആ ഒരു ഭാഗത്തിലോട്ട് നിങ്ങൾ പോവുക. അതിനുശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രൊജക്ട്സിൽ നമ്മൾ അതിന്റെ പാർട്സ് പഠിക്കുന്നുണ്ട് അല്ലെ, ഫോർബേ, പെൻസ്റ്റോക്ക്, സർജ് ടാങ്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിൽ വരുന്ന കമ്പണന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ കമ്പണന്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള അത്രയും കാര്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത്. അപ്പൊ ഞാൻ ഒരു പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ
ഭാഗം ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞ് വരുന്നത് കേട്ടോ. പിന്നെ സർവേയിങ് ആണ്. സർവേയിങ് എന്ന് പറഞ്ഞാൽ സർവേയിങ്ങിൽ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് സർവേയിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ടൈപ്സ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ഏതെങ്കിലും ഒരു എണ്ണത്തിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ ടോട്ടൽ സ്റ്റേഷൻ GPS ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമ്മള് കോമ്പസ് സർവേയിൽ ഒരു പ്രോബ്ലം എന്താണ് WBC എന്നുള്ള അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബാരിങ്ങിന്റെ പ്രോബ്ലം, WBCയുടെ പ്രോബ്ലം, അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു പ്രോബ്ലം ആയിട്ടുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പം സർവേയുടെ ഒരു ജനറൽ പാറ്റേൺ അനുസരിച്ചിട്ട് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കോമ്പസ് സർവേയിൽ നിന്ന് ചെറിയ പ്രോബ്ലം കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ടേബിളിന്റെ ആ ഒരു ടൈപ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ GPS, GIS പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഫുൾ ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സർവേയിങ്ങിൽ നിന്ന്. ദെൻ പിന്നെ ഓട്ടോക്യാഡ് ആണ്. ഓട്ടോക്യാഡിൽ നമുക്കൊന്നും ഒഴിവാക്കാനായിട്ടില്ല, കുറെ ഇരുന്ന് പഠിക്കാനൊന്നുമില്ല. നിങ്ങളൊരു 2 മണിക്കൂർ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളെ ഓട്ടോക്യാഡിലുള്ളൂ. പക്ഷെ ഓട്ടോക്യാഡ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകൾ ഉണ്ടാവില്ലേ, ലേറ്റസ്റ്റ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു PSCയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഓട്ടോക്യാഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിലെ എല്ലാം ഓട്ടോക്യാഡിന്റെ പോർഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ യൂണിറ്റ് മെഷർമെന്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ്, ട്രിഗ്നോമെട്രിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ കാൽക്കുലേഷനോ വോളിയം കാൽക്കുലേഷനോ സൈഡ് കാൽക്കുലേഷനോ അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ആണ് ഈ ഒരു ഭാഗത്തിന് വരിക. അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ, സ്ട്രെയിനിന്റെ ഡെഫിനേഷൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അധികവും കാണാറുള്ളത് കേട്ടോ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിവിടെ ഹൈവേ, റെയിൽവേ, ബ്രിഡ്ജ് മൂന്നും നമുക്ക് പഠിക്കണം. 3 കൂടി പഠിച്ചാലേ 8 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഹൈവേയിൽ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ ആ ഹൈവേയുടെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗം പഠിക്കുക. അല്ലെങ്കിൽ റോഡ് ഡെവലപ്മെന്റ് പ്ലാനുകളിൽ ഓരോ വർഷം, ഇപ്പൊ ജേക്കർ കമ്മിറ്റി ഫോം ചെയ്ത വർഷം, അതുപോലെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നത്, IRC ഡെവലപ്പ് ചെയ്തത്, നാഗ്പൂർ റോഡ് പ്ലാൻ, അതിന്റെ 3 നാഗ്പൂർ നമ്മുടെ റോഡ് ഡെവലപ്മെന്റ് പ്ലാൻസിൽ ആദ്യത്തെ നാഗ്പൂർ റോഡ് പ്ലാൻ, ദെൻ ബോംബെ റോഡ് പ്ലാൻ, ലക്നൗ റോഡ് പ്ലാൻ, ഇവരുടെയൊക്കെ വർഷം, ഇവരുടെയൊക്കെ ടാർഗറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ റോഡിന്റെ ക്ലാസിഫിക്കേഷൻ, NH, SH, അതുപോലെ MDR, VR, ആ ക്ലാസിഫിക്കേഷൻ, അവരുടെ ഡെഫിനേഷൻ അതെപ്പോഴും കാണുന്നതാണ്. പിന്നെ അത് കൂടാതെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇതാണ് അധികവും വരാറുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ നിമിയുടെ ITIയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഹൈവേ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡെഫിനീഷൻസ് ഉണ്ട്. കെയിംബർ എന്താണ്, സൂപ്പർ എലിവേഷൻ എന്താണ്, മോട്ടോർവേ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡെഫിനീഷൻസ് ഉണ്ട്. ആ ഡെഫിനീഷനുകൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി റെയിൽവേയുടെ ഭാഗത്തിൽ ഇപ്പോഴും ചോദിക്കുക ഗേജ് ഡിസ്റ്റൻസുകൾ, അതുപോലെ സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത്തുകൾ വരുന്നത് എങ്ങനെയാണ്. ഈ 2 ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്ന ഭാഗം കേട്ടോ. പിന്നെ ക്രീപ്പിന്റെ ഡെഫിനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. സിഗ്നലിംഗ്, പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് ഒക്കെ സിലബസിൽ തന്നിട്ടുണ്ട്. സിഗ്നൽസിന്റെ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പിലുള്ള ചോദ്യം തന്നെ വരാറുള്ളൂ. പിന്നെ ബ്രിഡ്ജിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അത് മിക്കവാറും ബ്രിഡ്ജിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരാറുള്ളത് കേട്ടോ. ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ, ഫൈനൽ വൺ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ നമുക്ക് അധികവും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ഈ ഒരു സിസ്റ്റംസ് ഓഫ് സാനിറ്റേഷൻ അങ്ങനെയുള്ള ഭാഗത്തുനിന്ന്, ആ ഒരു എന്താ പറയുക സിവർ അപ്പർട്ടനൻസസ് എന്നൊക്കെ പറയുന്ന ഭാഗത്തുനിന്നാണ് അധികവും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പം ഈ ഒരു എന്താ പറയുക ക്വിക്കായിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു 2025 കഴിയുന്നത് വരെ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക.
എന്നിട്ട് പുതിയ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ബാക്കിലോട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു എസ്പെഷ്യലി നിങ്ങൾ ഒരു സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ ഇപ്പൊ മാറി വന്ന ആ ഒരു പാറ്റേണും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി, പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എക്സാമിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ ആ ഒരു രീതിയും നിങ്ങൾക്ക് ഇവിടെ ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് മൊത്തം തിയറി ഇരുന്ന് പഠിക്കാൻ സമയമില്ലാത്തവര് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് തീരെ അറിയാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ തിയറി പഠിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പം ജനുവരി മാസത്തിൽ വരുന്ന ആദ്യത്തെ എക്സാമുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3. അപ്പം അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ മൊത്തം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പം നമ്മുടെ ഓവർസിയർ ലെവൽ എക്സാംസ് ഈ ഒരു വർഷത്തിൽ ഇവിടെ ഈ ഒരു എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കൂടി അവസാനിക്കുന്നില്ല. ഇനിയും നമ്മുടെ എക്സാംസ് ഒരുപാട് വരാനിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും KSHB, അതുപോലെ തന്നെ KSHB, KTDC, ദെൻ ഡിസ്ട്രിക്ട് വൈസ് LSGD, ഡ്രാഫ്റ്റ്സ്മാൻ, അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഇനിയും ഈ പുതിയ വർഷത്തില് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൃത്യമായ കോച്ചിങ് അസിസ്റ്റൻസോട് കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ഓവർസിയർ ബാച്ച്, മിഷൻ ഓവർസിയർ 3.0 ബാച്ച് ജനുവരി 2 മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ബാച്ചസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. 4,999 ആണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന വർഷത്തിലുള്ള എല്ലാ ഓവർസിയർ എക്സാമുകൾക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നല്ലൊരു പൊസിഷനിൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്